ഇത്ര നാളുണ്ടായിരുന്ന മലയാള സിനിമ ചരിത്രത്തെ ഒന്ന് ചെറുതായിട്ട് ഇവിടെ തിരുത്തി കുറിക്കുകയാണ്. അത് മാത്രമല്ല, പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്താണ് എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ആധികാരികമായിട്ടുള്ള സിനിമയെക്കുറിച്ച് പറയാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കും നിങ്ങളെ പോലെ അറിയില്ല. ബിനിൽ സാറ് സംസാരിച്ചതും മഞ്ജു ചേച്ചി പറഞ്ഞു തന്നതും പിന്നെ ഈ പറയുന്ന പോലെ ന്യൂസ് കട്ടൗട്ടിൽ നിന്ന് കിട്ടിയതുമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ എനിക്കും അറിയുകയുള്ളൂ. പക്ഷേ ഒരു ട്രൂ എൻ്റർടൈനർ ആയിരിക്കും ഈ സിനിമ എന്നുള്ളതിൽ സംശയമില്ല. ഫൈറ്റും ലവും കോമഡിയും എല്ലാം ചേർന്നിട്ടുള്ള, എല്ലാ ചേരുവകളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സിനിമയാകട്ടെ പൊങ്കാല എന്ന് പ്രത്യാശിക്കുകയാണ്. നമ്മുടെ ഒരു എൻറ്റയർ ടീമിനെ ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തട്ടെ. നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ: യാമിൻ സോന, ബാബുരാജ് ചേട്ടൻ, സുധീർ കരമന, സാദിഖ്, സമ്പത്ത് രാം, അലൻസിയർ സർ, കിച്ചു ടെല്ലസ്, സൂര്യകൃഷ്, ഇന്ദ്രജിത്ത് ജഗജിത്ത്, ജിമോൻ ജോർജ്, മുരുകൻ മാർട്ടിൻ, സിംനു സിജു, ശാന്തകുമാരി, രേണു സുന്ദർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ നമ്മുടെ സിനിമയിൽ എത്തുന്നത്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജാക്സൺ ആണ്. എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് അജാസ് പൂക്കാടനാണ്. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിൻ സർ ആണ്. ഒപ്പം തന്നെ മേക്കപ്പ് അഖിൽ ടി രാജ്, കോസ്റ്റ്യൂം ഡിസൈനർ ചെയ്തിട്ടുള്ളത് സൂര്യ ശേഖർ, ആർട്ട് നിതീഷ് ആചാര്യ. അങ്ങനെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ സ്വപ്നവും പ്രതീക്ഷയും കഷ്ടപ്പാടുമാണ് ഈ വരുന്ന നവംബർ 30 നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇവരുടെ എൻറ്റയർ ടീമിന്റെ ഒരു വലിയ സ്വപ്നമാണ് ഇത്. 2000 കാലഘട്ടത്തിൽ, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 2005 നമ്മുടെ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പിൻ മുനമ്പത്ത് നടന്ന ഒരു ഇൻസിഡന്റിനെ, എനിക്ക് തോന്നുന്നു സാറ് കുറേ അധികം വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു ഇൻസിഡന്റിനെ അദ്ദേഹം തന്നെ പേപ്പറിലേക്ക് പകർത്തുകയും അദ്ദേഹം തന്നെ അതിനെ വിഷ്വലൈസ് ചെയ്യുകയും അദ്ദേഹം തന്നെ അതിനെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ പൊങ്കാല വരുന്നത്, അല്ലേ? സത്യം പറഞ്ഞാൽ ബാസിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മഞ്ഞമ്മൽ ബോയ്സ് കഴിഞ്ഞിട്ട് ഒരു ട്രൂ ഇൻസിഡൻറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവി, റൈറ്റ്? നമ്മളെയും സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ട്രൂ ഇൻസിഡൻറ്റിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള മൂവി നമ്മൾ കാണാൻ പോവുകയാണ്. സോ പൊങ്കാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി. ഇനി നമുക്ക് വേദിയിലേക്ക് ഇതിന്റെ അമരത്തിരിക്കുന്ന വ്യക്തിയെ തന്നെ ആദ്യം സ്വാഗതം ചെയ്യാം. പുതുമകളോടുകൂടി മലയാള സിനിമയിലേക്ക് പൊങ്കാല ഈ 30-ാം തീയതി വരാൻ പോവുകയാണ്. ആദ്യം തന്നെ the entire cast and crew, a big congratulations and all the best to your movie, and we are looking forward for the success of പൊങ്കാല. ആൻഡ് ഇവിടെ വന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഇവരുടെ യാത്രയിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്നവരാണ്. ഇനി 30-ാം തീയതി വരെയും 30-ാം തീയതി കഴിഞ്ഞും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസൻസ് ഡിജിറ്റൽ മീഡിയയിലും തിയേറ്ററിലും ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി പൊങ്കാലയുടെ ഈ പ്രസ് മീറ്റിലേക്ക് വന്നിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. സോങ് റൈറ്റർ, സിംഗർ Srinath Bhasi, everyone. With a big round of applause, let's invite him to the stage. And our dearest Babu Cheta, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും മലയാളികൾക്ക് ആവശ്യമില്ലാത്ത ആളാണ്. വെഴ്സറ്റൈൽ ആക്ടർ ബാബുരാജ് ചേട്ടനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അലൻസിയർ ചേട്ടാ അവിടെ ഇരുന്നാ പോരല്ലോ, നമുക്ക് സ്റ്റേജിലേക്ക് വരണ്ടേ? യെസ്, അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അലൻസിയർ ചേട്ടനെ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ നമ്മുടെ സിനിമയുടെ നായകൻ, റൈറ്റ്? യാമിൻ, പ്ലീസ് ജോയിൻ us on the stage. നല്ല കൈയ്യിട്ട് തരാമോ? ചോദിച്ചു വാങ്ങാണല്ലോ. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ സൂര്യകൃഷ്. പ്ലീസ് ജോയിൻ us on the stage. ഇന്ദ്രജിത്ത് ജഗജിത്ത്, പ്ലീസ് നമ്മളോടൊപ്പം വേദിയിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ദാവിദ് ജേക്കബ്, പ്ലീസ്. നമ്മൾ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കണമെന്ന് കാത്തിരുന്ന ഒരു വ്യക്തി മിനിമാമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളോടൊപ്പം എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ അടുത്ത
വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് ആൻഡ് ജൂനിയർ പിക്ചേഴ്സിന്റെ രണ്ടുപേരെ ഇവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. മിസ്റ്റർ ദീപു ബോസ് ആൻഡ് മിസ്റ്റർ അനിൽ പിള്ളൈ, രണ്ടുപേർക്കും വേദിയിലേക്ക് വരണമെന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഗ്രേസ് ഫിലിം കമ്പനിയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. Ashwammeet, please join us on the stage. Yes, ആരുടെ ബാല്യമാണ് ചെയ്തത് ശ്രീരംഗ? അലൻസിറിയുടെ എന്നല്ലേ പറഞ്ഞേ? അല്ല, ആണോ? ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ, ഞാൻ തെറ്റിദ്ധരിച്ചു. ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാസിയുടെ ബാല്യം ചെയ്ത ശ്രീരാഗിനെ കൂടി വെൽക്കം ചെയ്യാം. ജോസഫ് പ്ലീസ് സ്റ്റേജിലേക്ക്. അതിനെയും ബാല്യമുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ സിനിമയുടെ ഒരു എൻറ്റയർ ടീം ഡയറക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. Q&A സെഷൻ ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാവാം. നിങ്ങൾക്ക് എല്ലാവർക്കും മൂവിയെ കുറിച്ച് സംസാരിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ എടുക്കുകയാണ്. അതിനുശേഷം ഇത് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സിനിമയുടെ യാത്ര അവസാനിക്കുന്നത് ഒരു തിയേറ്റർ റിലീസിൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആ യാത്ര അവസാനിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് സിനിമ എത്തുന്നത്. അതിന്റെ പ്രധാന ഘടകം നിങ്ങളാണ്, മീഡിയസ്, പ്രേക്ഷകൻ. രണ്ടാമത്തത് ആദ്യം മീഡിയയാണ് ഇതിന്റെ അവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും എന്റെ സിനിമയും ഞങ്ങളും മീഡിയയോട് കടപ്പെട്ടിരിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവിധ പിന്തുണയും തരുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ടീമിനോട് നിൽക്കുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ള പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ബാസി, ബാബുരാജേട്ടൻ, അലൻസിറേട്ടൻ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ, അവർക്കുള്ള പ്രേക്ഷകർ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഓരോ നിമിഷവും ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് കാലം സമയം, അതായത് നോർമൽ ഒരു സിനിമ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ഇതിനു വേണ്ടി എടുത്തു. അതിലൊരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതെല്ലാം കടന്ന് എനിക്കിവിടെ എത്തി. അപ്പോ എനിക്ക് പറയാനുള്ളത് ശ്രീനാഥ് ബാസിയെ കുറിച്ചിട്ടാണ്. ശ്രീനാഥ് ബാസിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ സിനിമയിൽ ഞാൻ ചെയ്ത പൊങ്കാല എന്ന സിനിമയിൽ ബാസിയുടെ പ്രസൻസ് വളരെ വലുതാണ്. അത് ഇനി വരുന്ന 30-ാം തീയതി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. ശ്രീനാഥ് ബാസി എന്റെ ലൊക്കേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈബ് അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വളരെയധികം സന്തോഷമാണ് ഷൂട്ട് ചെയ്യാതെ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ. അപ്പോ ഇതിനേക്കാൾ ഇപ്പൊ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാം. പൊങ്കാല എന്നത് ആക്ച്വലി ഒരു ഫെസ്റ്റിവലാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൺഡേ നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്തത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ സൺഡേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഫെസ്റ്റിവൽ ഹോളിഡേ ആണ്. അതൊരു സ്മോൾ ഹോളിഡേ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ആയിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. അപ്പോ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് നമുക്കൊരു നല്ല സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കഥയ്ക്കും ഇവ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ സ്റ്റോറിയാണ് ഇൻസ്പയർ ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിനെ സത്യസന്ധമായി തന്നെ കഥ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം 30-ാം തീയതി തിയേറ്ററിൽ കാണാം. എന്തായാലും എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. താങ്ക് യു സോ മച്ച്. മഞ്ഞുമല കഴിഞ്ഞിട്ട് അടുത്ത് ഒരു ട്രൂ ഇൻസിഡന്റ് സ്റ്റോറി. ഇതാണ് നമ്മൾ എല്ലാവരും ഈ സിനിമയെ കുറിച്ച് പറയുന്നത്. മഞ്ഞുമല സൂപ്പർ ഡ്യൂപ്പർ നമ്പർ, ലൈക്ക് എന്താ പറയാ, എന്ത് ഹിറ്റ്. അതുപോലെ ഒരു ഹിറ്റിലേക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറുമോ എന്നുള്ളതാണ്. എന്താണ് ബാസിയുടെ പ്രതീക്ഷ ഈ സിനിമയെ കുറിച്ച്? നമസ്കാരം. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഈ സിനിമ ശരിക്കും ഞാനും ചെറുപ്പത്തിൽ വെച്ച് കേട്ടിട്ടുള്ള കഥയാണ്. അപ്പൊ അതിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ചെയ്തായിരുന്നത്. അപ്പൊ ഡൺ ആർ ബെസ്റ്റ്. നമ്മൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ഓടിച്ചാടി പണിയെടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് എക്സൈറ്റിംഗ്. കുറച്ച് ഫിസിക്കലായിരുന്നു പടം. ടീച്ചറിനെ നിങ്ങൾ കണ്ടു? അപ്പൊ അങ്ങനെ
ഈ ഇങ്ങനത്തെ ഒരു ട്രൂ സ്റ്റോറി എടുത്തിട്ട് അതില് എനിക്ക് അതുപോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല പടം. അപ്പൊ എനിക്ക് ഇടക്ക് മറ്റേ സൺഡേനെ കുറിച്ച് പറഞ്ഞിട്ടപ്പോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കേക്കട്ടെ എന്താണ്? അല്ല വേറെ പടമൊന്നും ഇല്ലാത്ത കാരണം